ഒരാൾ മരിച്ചു എന്നുള്ള വാർത്ത വരുമ്പോൾ ആദ്യം മന്ത്രി പറയുന്നത് കാട്ടിനകത്ത് വെച്ചാണ് മരിച്ചത് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഈ മന്ത്രിക്ക് മരണങ്ങളോട് ചിരിച്ചുകൊണ്ട് പ്രതികരിക്കുന്നു എന്ന് VS ജോയ് പറയുന്നത്. അപ്പോൾ അത്രയ്ക്കും നിർവികാരമായി ഈ സംഭവവികാസങ്ങളെ, ഈ സാഹചര്യത്തോട് പ്രതികരിക്കുന്ന ഒരു മന്ത്രിയാണെന്നുള്ള, ഒരു മന്ത്രിയുടെ മാത്രം വീഴ്ചയല്ല, സർക്കാരിൻ്റെ തന്നെ സമീപനത്തിൻ്റെ വിഷയമായി മാറുന്നത് അതുകൊണ്ടാണ്. ഇനിയിപ്പോൾ ഈ വന്യമൃഗങ്ങളുമായി ബന്ധപ്പെട്ട് എന്ത് സമീപനം എടുക്കണമെന്നുള്ളതൊക്കെ വലിയ ചർച്ചകൾ നടക്കുമ്പോൾ ഗാഡ്ഗിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഗാഡ്ഗിൽ കമ്മിറ്റി തന്നെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഈ മൃഗങ്ങൾ പെരുകുമ്പോൾ അവയെ കൊല്ലാം, ഭക്ഷിക്കാൻ കഴിയുന്ന മൃഗങ്ങളെ ഭക്ഷിക്കാം എന്ന രൂപത്തിലൊക്കെ നിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലൊക്കെ ആ പഠനങ്ങളിലൊക്കെ എന്ത് തീരുമാനമുണ്ടാകുന്നു? ഈ പറയുന്ന വിദേശ രാജ്യങ്ങളിലൊക്കെ ഈ വേട്ടയാടലിലൊക്കെ പ്രത്യേക സമയം നിശ്ചയിച്ചിട്ടുണ്ട്, ഏതൊക്കെ മൃഗങ്ങളെ വേട്ടയാടാമെന്ന്. അപ്പോൾ അതിൻ്റെ എണ്ണം പെരുകുന്ന നിയന്ത്രിക്കാനുള്ള കൃത്യമായ സമീപനങ്ങളും രീതിയുമുണ്ട്. കാട് കുറയുന്നു എന്നുള്ള പ്രശ്നം നിൽക്കുന്നു. കാട് എങ്ങനെയാണ് കുറയുന്നത്? ഇപ്പോൾ കാട് ഉണ്ടാക്കാൻ വേണ്ടി എന്താണ് സർക്കാർ എടുത്തിരിക്കുന്ന സമീപനം? അത് ശാസ്ത്രീയമായിട്ടാണോ എന്നുള്ള ചോദ്യം ഉണ്ടല്ലോ. ഇപ്പോൾ നടുന്നു ഒരു സമീപനം, അത് സർക്കാരിന് ആരോ പഠന റിപ്പോർട്ട് നൽകി കൊന്ന വ്യാപകമായി വെച്ച് കാടുകളിൽ വെക്കുകയാണ്. കൊന്ന അങ്ങനെ പടർന്ന് പന്തലിക്കുമ്പോൾ അവിടെ സംഭവിക്കുന്നത്, അവിടെ സ്വാഭാവികമായ മറ്റ് മരങ്ങൾ ഇല്ലാതാകുന്നു. മറ്റ് മരങ്ങളിൽ കൊന്നയെല്ലാം അവിടുത്തെ വന്യമൃഗങ്ങൾ കഴിക്കാൻ ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ആ ചെടി അവർക്ക് ഭക്ഷ്യയോഗ്യമല്ല. അപ്പോൾ അവരുടെ സ്വാഭാവികമായ ഭക്ഷ്യയോഗ്യമായ ചെടികൾ ഇല്ലാതാകുന്നു കൊന്ന വളരുമ്പോൾ എന്നുള്ള വിഷയം. അപ്പോൾ ഇത് ആരുടെ പഠനമാണ്? ഇതെന്താണ്? സർക്കാർ എത്രത്തോളം ശാസ്ത്രീയമായി ഇതൊക്കെ പരിശോധിച്ചിട്ടാണോ നടപ്പാക്കുന്നുള്ള ചോദ്യമുണ്ട്.